തക്കാളി കൃഷി ചെയ്യുമ്പോൾ നന്നായിട്ട് മുട്ട് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. വേണ്ട ഇപ്പം തക്കാളി ഉണ്ട് ഒരു 60 ദിവസം പിന്നിട്ടപ്പോഴേക്ക് നന്നായിട്ട് വളർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് വന്ന ബ്രാഞ്ചുകളൊക്കെ നമ്മൾ കെട്ടി കൃത്യമായിട്ട് പരിചരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മുട്ടിലും ഇതെല്ലാം മുട്ടിലും പൂവാണ്, ഇതെല്ലാം കായ്കളായിട്ട് മാറും. അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസും ചിലപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊരു 5 മാസം വരെ നന്നായിട്ട് വിളവെടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെയൊക്കെ തക്കാളി വീണ് കഴിഞ്ഞു. കീടനിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരേ ബന്ധിയും ചെയ്തിട്ടുണ്ട്. മണ്ണിൽ നിന്നുള്ള അസുഖങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ചെടി വളരുന്നതും ഒരു പൂവിടുന്നതും ഒക്കെ കാണുന്ന ഒരു സുഖമാണ് ഞാൻ അനുഭവിക്കുന്ന ആളാണ്. ഞാൻ ഒരു 10 ദിവസം വീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി, എത്ര ഇല വന്നു, എത്ര പൂ കായ്ച്ചു, എത്ര കായ വളർന്നു ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ. ഇതിപ്പോൾ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണമെന്നല്ല, എന്നാലും അതിനൊരു മനസ്സുണ്ടാകും. വന്നതു കണ്ടാളേ നിലമൊരുക്കിയതോനാണേ പേരു വന്നേ പാടം തെളിഞ്ഞേ കതിരു നന്നേ കാണണേ. വിതച്ചതു പെണ്ണാണേ നിരയൊരുക്കിയതോളാണേ മണ്ണിനു നന്നേ നാടകം വന്നേ കുളിരു കൊണ്ടേ ചോളനേ. കൃഷി പാഠമറിയണം, നല്ല വിത്ത് വേണ്ട വളം രോഗകീടമറിയണം, മെച്ചമായി വിളയിറക്കാൻ കാലാവസ്ഥ അറിയണം, ലാഭമായി വിളവിൽക്കാൻ വിപണി വിവരമറിയണം. തന്താനേ 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 തന്താനേ. നിറയെ പദ്ധതികൾ പുതിയ വിളകൾ, നിറയെ പദ്ധതികൾ പുതിയ രീതികൾ, മലയാള കർഷകന്റെ വഴികാട്ടി കിസാൻ കൃഷി ദീപം, കിസാൻ കൃഷി ദീപം, കിസാൻ കൃഷി ദീപം. 15 സെന്റ് സ്ഥലമുണ്ട്. 5 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തു വരുന്നത്. ചീരകൃഷിക്ക് പുറമെ പയറും ഇദ്ദേഹം കൃഷി ചെയ്തു പോരുന്നു. ഇതിൽ 3 ഏക്കറും ചീരകൃഷിക്കായാണ് നീക്കിവച്ചിരിക്കുന്നത്. അരുൺ ഇനത്തിൽപ്പെട്ട വിത്താണ് വിതയ്ക്കുന്നത്. നല്ല വിലയുണ്ട് ഇതിന്. തന്റെ അച്ഛൻ തെളിയിച്ചു തന്ന ഇവിടെയുള്ള ജോയി എന്ന യുവ കർഷകനെ പരിചയപ്പെടുന്നു. പാടശേഖരത്തിന്റെ അങ്ങേ തലയ്ക്കൽ കുറച്ച് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. യുവ കർഷകനായ ജോയിയും അച്ഛൻ സുരേന്ദ്രനും മറ്റുള്ളവരുമൊക്കെയുണ്ട്. ചീരകൃഷിക്കായി പാടമൊരുക്കുകയാണ് ഇവർ. പുലർച്ചെ ആരംഭിച്ചതാണ് ഈ കൃഷിപ്പണികൾ. ഇപ്പോൾ ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള ഘട്ടത്തിലാണ്. അത്യുത്സാഹം ഇവരുടെ മുഖത്ത് തന്നെ തെളിയുന്നുണ്ട്. ഈ പാടം ഒരുക്കുന്നതിന്റെ കാര്യങ്ങൾ ജോയി പറഞ്ഞു തന്നു. അതുമൂലം വർഷം മുഴുവനും പച്ചക്കറി ഉൽപാദനം നടത്തുവാനും ഇതുമൂലം സാധിക്കുന്നുണ്ട്. ഒറ്റത്തുള്ളി വെള്ളം പോലും ടെറസിൽ വീഴാതെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. 8 ഇഞ്ച് ഓവ് പൈപ്പുകളിൽ പോളിഹൗസിന്റെ പഴയ പോളിത്തീൻ ഷീറ്റുകൾ ഉപയോഗിച്ച് അതിൽ മണ്ണും ചകിരിച്ചോർ കമ്പോസ്റ്റും ജൈവവളവും കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിലാണ് ചെടികൾ നട്ടിരിക്കുന്നത്. ജലസേചനത്തിനായി കണിക ജലസേചനം അഥവാ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്.